ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. അഭിനയത്തിലും എഴുത്തിലും സംവിധാനത്തിലും ഒരുപോലെ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ കലാകാരനാണ് വിപിൻ ആറ്റ്ലി. ഹോംലി മീൽസ്, ബെൻ, മ്യൂസിക്കൽ ചെയർ, നൻപകൽ നേരത്തു മയക്കം, ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ തുടങ്ങിയ സിനിമകളിലൂടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും കഥകളും നമുക്ക് സമ്മാനിച്ച വിപിൻ ആറ്റ്ലി തന്റെ സർഗജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തുടർന്നു കേൾക്കാം ആർട്ട് കഫേയിൽ ഇന്ന്. അപ്പോൾ 2015 ബെന്നിന് ശേഷം പിന്നീട് 2019 വട്ടമേശ സമ്മേളനം അല്ലെ? 2019 അത് 8 സംവിധായകന്മാര് കൂടി ചേർന്ന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഒരു പടം ചെയ്യുന്നുള്ളത്. ബേസിക്കലി വട്ടമേശ സമ്മേളനം നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ചേട്ടനുണ്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിംസ് വെച്ചിട്ടൊരു ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരെണ്ണം ഞാൻ ചെയ്തു. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ചാൻസ് കൊടുത്ത് അവരെല്ലാരും വെച്ചിട്ട് ഒരു സാധനം ചെയ്തിട്ട് പിന്നെ ഞാൻ ടോട്ടലി കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീക്കി പടം, ഒരു സ്പൂഫ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഒട്ടും സീരിയസ് അല്ലാത്ത ആ പടത്തിന്റെ പോസ്റ്ററിലെ ക്യാപ്ഷൻ തന്നെ റിലീസിന്റെ അന്ന് തന്നെ കാണണം, കാരണം നാളെ ഉണ്ടാവുന്ന യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മോശം പടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ പടത്തിന്റെ പബ്ലിസിറ്റി ആയിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഒരു പരിപാടി, ഒരു പ്രാന്തൻ അപ്രോച്ചുള്ള ഒരു പരിപാടി ആയിരുന്നു അത്. ഞാൻ ചുമ്മാ ഞാനെല്ലാം മൊത്തം ഡയറക്ട് ചെയ്തേക്കണം. ആക്ച്വലി ഞാൻ ഒരെണ്ണം ചെയ്തിട്ട് 2 എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പല ആൾക്കാരാണ്. അത് 8 കഥകൾ കൂടി ചേർന്ന ഒരു സിനിമ അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ 2019 വട്ടമേശ സമ്മേളനത്തിന് ശേഷം പിന്നീട് 2022 വരുമ്പോഴാണ് ടോമി എന്ന കഥാപാത്രം. അതിനുമ്പ് മ്യൂസിക്കൽ ചെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് IFFK ബെസ്റ്റ് ഫിലിം ആയിരുന്നു, മ്യൂസിക്കൽ ചെയർ എന്നുള്ള ഫിലിം. അത് 2020 അത് പുറത്തു വന്നത്. IFFK നെറ്റ് പാക്ക് അവാർഡ് ഉണ്ടായിരുന്നു ബെസ്റ്റ് ഫിലിമിലുള്ള. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലിജോ ചേട്ടൻ്റെ കൂടെ 22 നമ്മുടെ നൻപകൽ നൻപകലുള്ള അതെ അതിലെ ടോമി എന്ന കഥാപാത്രം. അതെ. യഥാർത്ഥത്തിൽ ടോമി ആരായിരുന്നു? ഒന്നുമില്ലെന്നേ, അത് ലിജോ ചേട്ടൻ ഞാൻ വർഷമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കോവിഡാണ് അതിന് മുമ്പ്. ആക്ച്വലി ഞാനപ്പോ അതിനിടയ്ക്ക് ഒരു പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പൊമ്പിള് വരുമെന്ന് പറഞ്ഞിട്ട്. അത് പിന്നീട് സ്റ്റേറ്റ് അവിടെ കിട്ടിയൊരു പടം. അപ്പൊ അത് ഷൂട്ട് കുറെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ലിജോ ചേട്ടൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയി. ഈ കോവിഡിന് ഗ്യാപ്പിൽ എസ്കേപ്പ് ആവാൻ വേണ്ടി ഷൂട്ട് ചെയ്ത പടം. നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ. എന്നൊരു പടം എടുക്കാന്ന് പറഞ്ഞാൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഗ്യാപ്പിൽ പോയിട്ട് ലിജോ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ പോയതാണ് മറ്റേ പടത്തിന്. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് ലിജോ ചേട്ടൻ പോകാൻ പറഞ്ഞു. ഞാനിവിടെ ആകെ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്ത് മടുത്തപ്പോൾ ലിജോ ചേട്ടൻ എനിക്ക് ടൂർ പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ക്യാരക്ടർക്ക് അപ്പുറത്തേക്ക് അവിടെ ഒരു ടൂർ പോണ പോലത്തെ നല്ല സ്ഥലവും ഭയങ്കര ഭംഗിയുള്ള ഒരു ലൊക്കേഷനും ഭയങ്കര പീസും മമ്മൂക്ക ഉണ്ട്, മറ്റേ എല്ലാരും ഒരു അടിപൊളി ഒരു ഭയങ്കര 10-21 ദിവസം വേൾഡിൽ നിന്ന് മാറി റെസ്റ്റിന് പോയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ. ടോമി എന്ന കഥാപാത്രത്തിലേക്ക് വരുമ്പോഴേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ സാധാരണ വിഷമിച്ച് കിടക്കും, അപ്പൊ നീ നടന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്നോ. അങ്ങനെ 2024 ശേഷം പിന്നെ 26 വരെ നമ്മൾ ഈ ഒരു ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികളിലേക്ക് എത്തുന്നതിന് മുൻപ് അതിന്റെ ഇടയിൽ ഏതെങ്കിലും പ്രോജക്ട്സ് വരുന്നുണ്ടോ? 2024 ഞാൻ ഓർമ്മ പൊമ്പളൂരിമ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ ആൻഡപ്പന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് വലിയ പരിപാടി ഇരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ 26 ആൻഡപ്പൻ തീരാൻ കുറച്ച് സെൻസർ ഒന്നും കിട്ടിയില്ലായിരുന്നു. കാരണം നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇവിടുത്തെ റിലീജിയസ് കോമഡി ആയതുകൊണ്ട് സെൻസർഷിപ്പ് ഇഷ്യൂസ് ഡൽഹി. അപ്പൊ 8 മാസം 8 to 7 to 8 months നമ്മൾ ഡൽഹിയിൽ സെൻസർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു കുറച്ചധികം നാള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമുക്ക് സെൻസർ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ ടൈം ഒത്തിരി ആൻഡപ്പന് വേണ്ടി പോകേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് നമുക്കത് ഒരു കുറച്ചധികം സമയം അതിനുവേണ്ടി പോയതുകൊണ്ട് അതാണ് അതിന്റെ അത്ര സമയം എടുത്തത്. ഗ്യാപ്പ് വന്നത് അതുകൊണ്ടാണ്. അതിലെ സംവിധായകനും ആൻഡപ്പൻ എന്ന കഥാപാത്രവും താങ്കൾ തന്നെയായിരുന്നു അല്ലെ? ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഒരു രീതിയാണ്, അതായത് ഒരാളുടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരാളെ ഉടൻ തള്ളിക്കളയുന്നതിന് പകരം ആളുടെ യഥാർത്ഥ മനോഭാവത്തെക്കുറിച്ചും ആ വ്യക്തിയെ ശരിയായ രീതിയിലൊക്കെ മനസ്സിലാക്കേണ്ട പ്രാധാന്യവും അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയായിരുന്നു ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ. ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് സംസാരിക്കാം. ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ഫണ്ട് പരിപാടിയാണ്. അതായത് ഒരു 2020 ക്രൈസ്റ്റ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പുള്ളി അന്നത്തെ കാലത്ത് എന്തൊക്കെ പറഞ്ഞു, പുള്ളി ഇന്നത്തെ കാലത്ത് എന്തൊക്കെ പറയും, അതിനുള്ള ഒരു സാധനം
എങ്ങനെയാണ് പുള്ളിയുടെ ചർച്ച കാണുക, അതിന്റെ ഒരു ഫൺ പരിപാടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് അപ്രോച്ച് ചെയ്താണ്. അപ്പൊ അങ്ങനെ ഒരു സാധനവും റിയൽ ബൈബിളും ഇവിടുത്തെ ആൾക്കാർ അതിനെ കാണുന്ന രീതിയും, അല്ലെങ്കിൽ ബൈബിളും റിലിജനും തമ്മിലുള്ള വ്യത്യാസം, ചർച്ചും ഒറിജിനൽ ബൈബിളിൽ പറയുന്നത് ഇവർ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഒരു പടം എടുക്കണമെന്ന് കുറെ നാളായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആൻഡപ്പനിലേക്ക് പോയത്. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന സിനിമയാണ്. എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ, ഗോഡ്സ് ഗ്രേസ് ഒരു ഡിഫറെന്റ് പടമായിട്ട് എനിക്ക് ചെയ്യാനും പറ്റിയത് എല്ലാം കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ. ഇപ്പൊ താങ്കളുടെ എല്ലാ ചലച്ചിത്രങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ, അതിപ്പം അഭിനയിച്ചതാണെങ്കിലും സംവിധായകൻ എന്ന രീതിയിൽ താങ്കൾ ചെയ്തു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് വന്ന ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കോമഡിയുടെ ഒരു എസെൻസ് അതിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സെലക്ഷൻ, കോമഡി വിച്ച് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ മൂവി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് സ്വയം അതിനെ സെലക്ട് ചെയ്ത് എടുത്തതാണോ, അല്ലെങ്കിൽ അത് അല്ലാതെ വന്നു പോയതാണോ? അല്ല, ബേസിക്കലി ഞാൻ വെറുതെ ആൾക്കാരുടെ, എനിക്ക് തമാശ പറയാൻ ഇഷ്ടം. അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ ആൾക്കാർ കൂടി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ കുറെ നേരം ചിരിപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല. അപ്പൊ അങ്ങനെ പണ്ട് ഞാൻ ടിവിയിൽ ഭയങ്കരമായിരുന്നു, അപ്പൊ കോമഡി ഭയങ്കരമായിരുന്നു, നമ്മുടെ ഷോയും കോമഡി ആയിരുന്നു. അപ്പൊ ഞാനപ്പോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ബേസിക്കലി അന്ന് ഇങ്ങനെ ആൾക്കാരെ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ ഷോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ ബേസിക്കലി അങ്ങനത്തെ സ്പൂഫ് ടൈപ്പ് തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനത് ആൾക്കാരോട് പറഞ്ഞ് ഇങ്ങനെ, പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി സ്റ്റാൻഡപ്പ് കോമഡി പോലെ പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് വരെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കത് ഇഷ്ടമാണ്. ചിരിപ്പിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാനം കിട്ടും. അങ്ങനെ ഒരു സാധനമുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ കഥ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കുറെ ആൾക്കാർ ചിരിച്ചാൽ നല്ലതായിരിക്കും എന്നുള്ള, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ, ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പറഞ്ഞ കുറെ നല്ല ജോക്സ് ഉണ്ടാവും. അതൊക്കെ എനിക്ക് പടത്തിൽ കണ്ട അടുത്ത അടിപൊളിയായിരിക്കും അങ്ങനെ തോന്നും. അങ്ങനെയാണ് ഞാൻ കോമഡി പടത്തിൽ ആഡ് ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ട് പോലെയാണ് കോമഡി. അതുകൊണ്ടാണ് എനിക്കത് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യുമ്പോഴും, എത്ര സീരിയസ് കഥ ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിന്റെ തമാശ വന്നത് എനിക്ക് ഭയങ്കര ഓർഗാനിക് ആയിട്ട്, നമുക്ക് ഇത് ചെയ്യണ കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നുകയും ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഇത് പൊട്ടത്തരൊന്നും തോന്നുകയും ചെയ്യും എനിക്ക്. അപ്പൊ രണ്ടും തോന്നും. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ അത് തമാശയായിട്ട് തോന്നുന്നു. വിപിൻ ആറ്റ്ലി എന്ന വ്യക്തിയോട് ഇപ്പൊ കൺക്ലൂഡ് ചോദിക്കുകയാണ്. നടൻ, സംവിധായകൻ, അല്ലെങ്കിൽ കഥകൾ എഴുതുന്നു. താങ്കൾ ഇതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓക്കെ ഐ ആം വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് വൺ എന്ന് തോന്നുന്നത് ഇതിലേതാണ്? അങ്ങനെയല്ലേ, ടി വിയിലായിരുന്നുകൊണ്ട് നമ്മൾ എല്ലാം ചെയ്ത് ഒരുമിച്ച് ആങ്കർ ചെയ്ത് ഡയറക്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ശീലമായല്ലോ. എനിക്ക് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും സിനിമ തോന്നാറില്ല. ഇതിനകത്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ട് അങ്ങനെയൊക്കെ എല്ലാം ഡിസ്കംഫർട്ടാ. അങ്ങനെ നോക്കിയാ അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഒന്നുമില്ല. ഞാൻ എല്ലാം അത്രേ ഉള്ളൂ. എല്ലാം ഡിസ്കംഫർട്ടാ. പിന്നെ നമ്മളങ്ങനെ ചെയ്യല്ലേ, അത് ചെയ്യാണല്ലോ. അതായത് കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാന്നുള്ളതാണ് നമ്മുടെ കംഫർട്ട് സോൺ. വേറെ വലിയ കംഫർട്ട് സോൺ ഒന്നും ഇല്ല. അല്ലാതെ ബാക്കിയൊക്കെ നമ്മൾ സിനിമ പിടിക്കണം, ഇറങ്ങണം, എഴുതണം, പിടിക്കണം, ഓടണം, അവിടെ പോകണം, ഷൂട്ട് ചെയ്യണം, രാവിലെ എഴുന്നേക്കണം, ഇതൊക്കെ ഡിസ്കംഫർട്ട് അല്ലേ? എല്ലാം ഡിസ്കംഫർട്ടാ. ബാക്കി ഭയങ്കര ക്രിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് പൊതുവെ അതാണ്. അതുകൊണ്ട് അതങ്ങനെ കംഫർട്ട് സോൺ ഒന്നും ഇല്ല, എല്ലാം ഡിസ്കംഫർട്ട് സോണാ. പക്ഷെ നമുക്ക് ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണം. അത്ര നമുക്ക് ആ ഡിസ്കംഫർട്ട് നമ്മള് ഒരു കംഫർട്ട് ആക്കുന്നുണ്ട്. ആ പോയിന്റ് ആണ് ഉദ്ദേശിച്ചത്. ഒരു ഡിസ്കംഫർട്ടിനെ നമ്മൾ കംഫർട്ട് ആക്കി മാറ്റുമ്പോ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. നമുക്കൊരു ആണല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും ഡിസ്കംഫർട്ടാ. അപ്പൊ പക്ഷെ നമുക്ക് കംഫർട്ടുള്ള അത് അങ്ങനെ പോകുമ്പോ ഒരു കംഫർട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അപ്കമിങ് പ്രോജക്ട്സ് ഇനി ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്, ഞാൻ പേരിട്ടില്ല, 2 പ്രൊജക്ട്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഒരു പരിപാടി ഇങ്ങനെ നമ്മള് ഇപ്പൊ ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ അടുത്ത ലിജോ ചേട്ടൻ ഞാനും കൂടി ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അതിന്റെ പരിപാടി നടക്കുന്നു. അപ്പൊ അതെല്ലാം ഈ വർഷം ഇപ്പം ഒരു റിലീസിനുള്ള 1-2 പരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്കംഫർട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എന്നാല്. തീർച്ചയായിട്ടും ഒരു സിനിമ പ്രേക്ഷകനെ ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും, അതേപോലെ തന്നെ സിനിമ കഴിഞ്ഞാലും ചില ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ബാക്കി വെക്കുമ്പോഴാണ് ആ ഒരു സിനിമ അത് കൂടുതൽ പ്രസക്തമായിട്ട് മാറുന്നത്. താങ്കളുടെ സിനിമയ്ക്ക്, താങ്കളുടെ കഥകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരമൊരു വ്യത്യസ്തമായിട്ടുള്ള ചിന്തയും കാഴ്ചപ്പാടും ഓരോ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സിനിമയ്ക്ക് പിന്നിലെ ചിന്തകളും അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. ഇനി മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളും കഥകളുമായിട്ട് വീണ്ടും ഒന്നിക്കുന്നത് വരെ കാണാം.
എന്തായാലും സന്തോഷമുണ്ട്. ആകാശവാണിയിൽ നമ്മൾ കുറനാളുണ്ടായിരുന്നതാണ്. ഞാനും ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യുന്നത്. എനിക്കിത് കേട്ടപ്പം നമ്മൾ ആകാശവാണിയുടെ മോഡുലേഷൻ ഭയങ്കര പ്രൊഫഷണൽ മോഡുലേഷനും മറ്റ് റേഡിയോസിന്റെ മോഡുലേഷൻ ഭയങ്കര നോർമൽ മോഡുലേഷൻ. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് പണ്ടത്തെ ഒരു ടൈം ട്രാവൽ നടത്തിയ ഫീലിംഗ് ആയി. അതുകൊണ്ട് സോ ഹാപ്പി. ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും സുധർമ്മ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ വിപിൻ ആറ്റ്ലി തന്റെ സർഗജീവിതത്തെക്കുറിച്ച് പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം സുധർമ്മ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.